ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം റോഡിൽ നിന്നിരുന്ന മരം കാറ്റത്ത് മറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഈ റോഡ് തകർന്ന് യാത്ര ദുരിതമാണ്. റോഡരികിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. വെള്ളിയാഴ്ച ഉണ്ടായ കനത്ത കാറ്റിലാണ് പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം റോഡരികിൽ നിന്ന് മരത്തിന്റെ ശിഖരങ്ങൾ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് പതിച്ചത്. ഇതേ തുടർന്ന് 2 വൈദ്യുത തൂണുകൾ ഒടിയുകയും ഒരു തൂണ് ചായുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ചാഞ്ഞു നിന്നിരുന്ന വൈദ്യുതി തൂണ് അപകട ഭീഷണിയിലാണെന്നും ഏതു സമയവും മറിയുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് മാധ്യമപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇതിന് പിന്നാലെ ഉണ്ടായ കനത്ത കാറ്റിലാണ് വൈദ്യുതി പോസ്റ്റ് ചുവടെയൊടിഞ്ഞത്. ഈ സമയം ഇതുവഴി യാത്രക്കാർ ഒന്നും സഞ്ചരിക്കാതിരുന്നതിനാൽ അപകടം ഒഴിവായി. മരം മറിഞ്ഞ് ഗതാഗതവും തടസ്സപ്പെട്ടു. ഏറ്റുമാനൂർ ആശുപത്രിയിലേക്കുള്ള ഈ റോഡിലെ ടാറിൻ തകർന്ന് യാത്ര ദുഷ്കരമാണ്. റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ നിലവിൽ അപകട ഭീഷണി ഉയർത്തുകയാണ്. പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന വലിയ വാഗമരം സ്റ്റേഷൻ കെട്ടിടത്തിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. മരം മുറിച്ചു മാറ്റണമെന്ന് പോലീസ് അധികൃതർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെയും മരം മുറിച്ചു മാറ്റുവാനോ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനോ കഴിഞ്ഞിട്ടില്ല. മരത്തിന്റെ ഉണക്ക ശിഖരങ്ങളും കമ്പുകളും ദിവസവും കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുകയാണ്. ഇതുവഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും മരം അപകട ഭീഷണി ഉയർത്തുകയാണ്. സ്റ്റേഷന് താഴെവശം പോലീസ് ക്വാർട്ടേഴ്സിനോട് ചേർന്ന് റോഡരികിൽ ബദാം മരവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. മരത്തിന്റെ കമ്പുകൾ ഉണങ്ങി ഏതു സമയവും നിലത്തേക്ക് വീഴാവുന്ന നിലയിലാണ്. മരത്തിനടിയിലൂടെ വൈദ്യുതി കമ്പികളും കടന്നു പോകുന്നുണ്ട്. ദിവസവും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന വഴിയിലാണ് അപകടം വിതച്ച് മരം നിൽക്കുന്നത്. മരത്തിന് സമീപത്തായി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നീണ്ടൂർ റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന റോഡും തകർന്ന നിലയിലാണ്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇട്ടതിനു ശേഷം കുഴി ശരിയായ വണ്ണം മൂടാതെ പോയതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. മഴയത്ത് കുഴിയിലൂടെ വെള്ളമൊഴുകി റോഡ് കൂടുതൽ തകരുകയാണ്. വാർഡ് കൗൺസിലർ രശ്മി ഷ്യ 33-ാം വാർഡിലെ റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം നടത്തിയിരുന്നു. അടിയന്തരമായി ഈ റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും യാത്രക്കാരും ആവശ്യപ്പെട്ടു. MC റോഡിൽ നിന്നും എളുപ്പമാർഗത്തിൽ ഏറ്റുമാനൂർ ആശുപത്രിയിലേക്ക് എത്തുന്ന റോഡാണ് അധികാരികളുടെ അനാസ്ഥ മൂലം അപകട ഭീഷണിയിലുള്ളത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.